Hi all, welcome to Chlorophyll Learning app. Myself, Dr. Shruti. Today, we will discuss about one of the most important topic for your QET biology exam, amoebiasis. So, what is amoebiasis? Amoebiasis is a protozoan disease caused by the organism Entamoeba histolytica. It is a protozoan parasite and mainly it lives in the large intestine of humans. So, the disease caused by amoeba, Entamoeba histolytica is known as amoebiasis or amoebic dysentery. And what is the transmission mode of amoebiasis? It is transmitted to contaminated food and water and by ingestion of mature cyst, and it can also spread by houseflies and cockroaches acting as mechanical carriers. So, ഈ പറഞ്ഞതെല്ലാം അമീബിയാസിന്റെ ഫോക്കസ് പോയിന്റ്സ് ആണ്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ദെൻ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മലേറിയ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു സ്പോറോസോയിറ്റ് ആണെന്ന്. ഇവിടെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് ആണ്. പിന്നെ അതിന്റെ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനും ഡിസീസ് കോസ്ഡ് അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി ആണ്. ഇനി അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിക്കാണ് അത് പ്രധാനമായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അല്ലാതെ മെച്ചൂർ സിസ്റ്റിന്റെ ഇഞ്ചക്ഷൻ വഴിയും പിന്നെ ഹൗസ് ഫ്ലൈസ് അല്ലെങ്കിൽ കോക്രോച്ചസ് മെക്കാനിക്കൽ കാരിയേഴ്സ് വഴിയും അത് ട്രാൻസ്മിറ്റ് ചെയ്യാം. പിന്നെ ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് ആണ് അതിന്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രോഫോസോയിറ്റ് അല്ലെങ്കിൽ സിസ്റ്റ് ആണ്. സ്റ്റൂളില് ട്രോഫോസോയിറ്റിന്റെയോ സിസ്റ്റിന്റെയോ പ്രസൻസ് കാണുകയാണെങ്കിൽ അതാണ് അതിന്റെ ഡയഗ്നോസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. Then it can spread to liver and cause liver abscess. ലിവറിലെ പഴുപ്പ് ഉണ്ടാക്കാം. അത് ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ലിവറിലെ പഴുപ്പ് പോലെ ഫോം ചെയ്യാം. പിന്നെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ ആണ്. ഇനി മെഡിസിൻ, ദ കോമൺലി യൂസ്ഡ് മെഡിസിൻ ഫോർ അമീബിയാസിസ് ഈസ് മെട്രോനിഡസോൾ. നെക്സ്റ്റ് വി ആർ മൂവിംഗ് ഓൺ ടു ദ life cycle of amoebiasis, then life cycle of Entamoeba histolytica. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം അതിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാന്നുള്ളത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് മെച്യൂർ ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് ആണ്. ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് ആണ് അതിന്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഹ്യൂമൻസ് ഇൻഫെക്ഷൻ കിട്ടണത് എങ്ങനെയാന്നുള്ളതാണ് പറയുന്നത്. ഈ ഹ്യൂമൻസിന് ഇൻഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഈ ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കണ്ടാമിനേറ്റഡ് ഫുഡോ വാട്ടറോ നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളിലോട്ട് എത്തും. മനുഷ്യരുടെ ഉള്ളിലോട്ട് എങ്ങനെയാണ് ഈ സിസ്റ്റ് എത്തുന്നതാണ് പറയുന്നത്. സ്വോളോ ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ട് എത്തും. അത് കഴിയുമ്പോൾ അത് എന്ത് ചെയ്യാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് അത് എക്സിസ്റ്റേഷൻ നടക്കും. എക്സിസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സിസ്റ്റ് വോള് ബ്രേക്ക് ആയിട്ട് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അമീബേനെ റിലീസ് ചെയ്യും. സിസ്റ്റിന്റെ ഉള്ളിലുള്ള ഈ ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റിന്റെ ഉള്ളിലുള്ള അമീബേനെ റിലീസ് ചെയ്യും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട്. ദെൻ അടുത്തത് പറയുന്നത് ട്രോഫോസോയിഡ് ഫോർമേഷൻ ആണ്. ട്രോഫോസോയിഡ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്തിട്ട് ഈ സിസ്റ്റ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു, ഞാൻ സിസ്റ്റ് വോൾ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിക്കും? ഇത് ഡെവലപ്പ് ചെയ്തിട്ട് ട്രോഫോസോയിഡ്സ് ആയിട്ട് മാറും. ട്രോഫോസോയിറ്റ് ആണ് അതിന്റെ ആക്റ്റീവ് ഫീഡിംഗ് സ്റ്റേറ്റ്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. ആക്റ്റീവ് ഫീഡിംഗ് സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോഫോസോയിറ്റ് ആണ്. പിന്നെ എക്സിസ്റ്റേഷൻ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് എക്സിസ്റ്റേഷൻ നടക്കുന്നത്. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് കാണാം. പിന്നെ ഇതിന്റെ ഹാബിറ്ററ്റ്, ഈ ട്രോഫോസോയിഡ്സ് അതായത് ഫീഡിംഗ് ഫോം അവിടെ തന്നെ അങ്ങനെ നിൽക്കില്ല. അതെന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും. മൈഗ്രേറ്റ് ചെയ്തിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ കോളനിലോട്ട് പോവും. എന്നിട്ട് അവിടെയാണ് അത് താമസിക്കുന്നത്. ഈ പറഞ്ഞ ട്രോഫോസോയിഡ്സ് എങ്ങോട്ട് പോവും? ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പോവും. എന്നിട്ട് പിന്നെ അത് എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴി. അതായത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ ആണ്. ബൈനറി ഫിഷൻ വഴിക്ക് ട്രോഫോസോയിഡ്സ് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇൻറ്റസ്റ്റൈനൽ വാളിനെയൊക്കെ ഡാമേജ് ചെയ്തിട്ട് അവിടെ മൾട്ടിപ്പിൾ അൾസേഴ്സ് ഫോം ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ കോസ് ഡിസെൻട്രി. ദെൻ ഒരു പ്രീസിസ്റ്റിക് സ്റ്റേജ് ഉണ്ട്. പ്രീസിസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചില ട്രോഫോസോയിഡ്സ് റൗണ്ട് ആവും. സ്ട്രക്ചർ അതിന്റെ റൗണ്ട് ആയിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോം ആയിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് പ്രീസിസ്റ്റിക് ഫോം. ട്രോഫോസോയിറ്റ് ഓൾറെഡി ഒരു ഫോം ഉണ്ട്. അതുകൂടാതെ ചില ട്രോഫോസോയിഡ്സ് റൗണ്ടഡ് സ്ട്രക്ചർ ആയിട്ട് അതൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോമിലോട്ട് പ്രീസിസ്റ്റിക് ഫോം എന്നാണ് അതിനെ പറയുന്നത്. അതായിട്ട് മാറും. ഓക്കെ, ട്രോഫോസോയിഡ്സ് റൗണ്ടഡ് സ്ട്രക്ചർ ആയിട്ട് ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള പ്രീസിസ്റ്റിക് ഫോം ആയിട്ട് മാറും. ഇനി നമ്മൾ എക്സിസ്റ്റേഷൻ പറഞ്ഞു. ഇനി എന്താണ് എൻസിസ്റ്റേഷൻ? എൻസിസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീസിസ്റ്റിക് ഫോംസ്
നേരത്തെ പറഞ്ഞ പ്രീസിസ്റ്റിക് ഫോം ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് വോൾ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അത് എന്തായിട്ട് മാറും? സിസ്റ്റ് ആയിട്ട് മാറും. അതിനെയാണ് എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. പ്രീസിസ്റ്റിക് ഫോം ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് വോൾ ഒക്കെ ഫോം ചെയ്തിട്ട് അത് സിസ്റ്റ് ആയിട്ട് മാറും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ സിസ്റ്റ് പാസ് ചെയ്യും, പാസ്ഡ് ഔട്ട്. ഓക്കെ, സിസ്റ്റ് പാസ്ഡ് ഔട്ട് ആൻഡ് ത്രൂ ദ ഫീക്കസ് വഴിക്ക് ആ സിസ്റ്റ് പുറത്തോട്ട് പാസ് ആവും. അങ്ങനെ പുതിയ ഇൻഫെക്ഷൻ അല്ലെ, ഈ സിസ്റ്റ് ഫുഡിനെയും വാട്ടറിനെയും കണ്ടാമിനേറ്റ് ചെയ്തിട്ട് വേറൊരാളെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ അതൊരു പുതിയ ഇൻഫെക്ഷൻ കോസ് ചെയ്യും. ഈ പറഞ്ഞതാണ് ഇതിന്റെ ലൈഫ് സൈക്കിള്. എങ്ങനെയാണ് ആ ക്വാഡ്രിന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് നമ്മൾ സോൾവ് ചെയ്യുന്നു. ആദ്യം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്നു, പിന്നെ എക്സിസ്റ്റേഷൻ നടക്കുന്നു. അത് കഴിയുമ്പോൾ അത് ട്രോഫോസോയിറ്റ് ഫീഡിംഗ് സ്റ്റേജ് ആയിട്ട് മാറുന്നു. ഈ ട്രോഫോസോയിറ്റ് മൈഗ്രേറ്റ് ചെയ്ത് ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു. അവിടെ വെച്ച് അത് മൾട്ടിപ്ലൈ ചെയ്ത് ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ എൻസിസ്റ്റേഷൻ നടക്കുന്നു. അങ്ങനെ സിസ്റ്റിക് ഫോം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ക്വാഡ്രിന്യൂക്ലിയേറ്റഡ് സിസ്റ്റ് ആയിട്ട് മാറി അത് വീണ്ടും ഒരാളെ ഇൻഫെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. Next, we are moving on to the questions. First question, which of the following is the causative agent of amoebiasis? Amoebiasis, അതിന്റെ വേറെ നെയിം ആണ് amoebic dysentery. So, amoebiasis or amoebic dysentery is caused by the organism Entamoeba histolytica. അതൊരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്. Next question number 2. Which part of the human body is primarily affected by Entamoeba histolytica? Entamoeba histolytica യുടെ മെയിൻ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. ഓക്കെ. Next question, how is amoebiasis transmitted? അമീബിയാസിസിലെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് വരാം. പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫീക്കൽ കണ്ടാമിനേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ് ആണ്. അല്ലാതെ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ളതെല്ലാം അതിന്റെ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ്, ഫീക്കൽ കണ്ടാമിനേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഫുഡ്, ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് ഹാൻഡ്സ് ആൻഡ് ഡേർട്ടി ഹാൻഡ്സ്, ഹൗസ് ഫ്ലൈസ് ആക്ടിങ് ആസ് മെക്കാനിക്കൽ കാരിയേഴ്സ് ആൻഡ് സെക്ഷൽ കോൺടാക്ട്. തന്നിട്ടുള്ളതെല്ലാം മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. ഡ്രിങ്കിങ് വാട്ടറും ഫുഡും കണ്ടാമിനേറ്റഡ് ആയിട്ട് വരാം. ഡേർട്ടി ഹാൻഡ്സ് വഴിക്ക്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് വഴിക്ക്, കോണ്ടാക്ട് വഴിക്ക് വരാം. പിന്നെ ഹൗസ് ഫ്ലൈസ് അല്ലെങ്കിൽ കോക്രോച്ചസ് മെക്കാനിക്കൽ കാരിയേഴ്സ് ആയിട്ട് അവർ ആക്ട് ചെയ്യും. ദെൻ സെക്ഷൽ കോണ്ടാക്ട്. ഓൾ ദീസ് ആർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇൻ കേസ് ഓഫ് അമീബിയാസിസ്. Next question, what is a key symptom of severe amoebiasis? Amoebiasis വരുമ്പോൾ ഏറ്റവും പ്രധാന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംറ്റം എന്ന് പറയുന്നത് ബ്ലഡി ഡയറിയ ആണ്, അല്ലെങ്കിൽ സ്റ്റൂൾ വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. ചിലപ്പോൾ ബ്ലഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡിന്റെ കൂടെ ടിഞ്ചസ്, മ്യൂക്കസും അല്ലെങ്കിൽ ബ്ലഡ് ടിഞ്ചസും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ കാണാം. അതാണ് ബ്ലഡി ഡയറിയ എന്ന് പറയുന്നത്. Next question, severe cases of amoebiasis can lead to which of the following? Severe cases of amoebiasis നല്ല സിവിയർ ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് ഇതിൽ നടക്കുന്നത്? അമീബിക് ലിവർ ആപ്സിസ്, ഞാൻ പറഞ്ഞിരുന്നു, ലിവറിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ പഴുപ്പ് ഫോം ചെയ്യുന്ന ആപ്സിസ് എന്ന് പറയുന്ന പഴുപ്പാണ്. സോ സിവിയർ കേസസ് ഓഫ് അമീബിയാസിസ് can lead to amoebic liver abscess. Next question, which of the following protozoan disease is spread by housefly transmitting parasite from fecus of infected person to food and food products? Which of the following protozoan disease is spread by housefly transmitting parasite from fecus of infected person to food and food products? അതായത് ഫീക്കസ് വഴിക്ക്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫീക്കസ് വഴിക്ക് ഇൻഫെക്റ്റഡ് പേഴ്സൺ നിന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഏത് പ്രോട്ടോസോമൻ ഡിസീസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, മെക്കാനിക്കൽ കാരിയർ ആയിട്ടുള്ള ഹൗസ് ഫ്ലൈസ് വഴിക്ക്, അതുപോലെ കോക്രോച്ചസ് ഒക്കെ വഴിക്ക് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതൊരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. So the answer for this question is amoebiasis. Next, question number 7. Which of the following is the infective form of Entamoeba histolytica? ഇവിടെ infective form of Entamoeba histolytica എന്ന് പറയുന്നത് mature quadrinucleated cyst ആണ്. mature quadrinucleated cyst ആണ് Entamoeba histolyticയുടെ കേസിലെ infective form എന്ന് പറയുന്നത്. Next question number 8. Presence of ingested RBC is characteristic feature of. ഇൻജസ്റ്റഡ് ആർ ബി സി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഏത് പാരസൈറ്റിന്റെ കേസിലാണ് ഇൻജസ്റ്റഡ് ആർ ബി സിസ് കാണുന്നത്? അതിന്റെ ആൻസർ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയാണ് ആൻസർ വരുന്നത്. ഇൻജസ്റ്റഡ് ആർ ബി സിയുടെ പ്രസൻസ് കാണുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഇൻഫെക്ഷൻ വരുമ്പോഴാണ്, അതായത് അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസിസ് വരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രസൻസ് ഓഫ് ഇൻജസ്റ്റഡ് ആർ ബി സി എന്ന് പറയുന്ന കണ്ടീഷൻ കാണുന്നത്. Next, question number 9.
Choose the incorrect statement with respect to amoebiasis. Causes dysentery, parasite of the small intestine, houseflies are mechanical carriers, symptoms include constipation, abdominal pain and cramps. ഇവിടെ ശ്രദ്ധിക്കണം, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചിരിക്കുന്നതെന്ന്. ഇതിലെ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന് മാത്രമാണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. പാരസൈറ്റ് ഓഫ് ദ സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ല, അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. എൻഡമീബ ഹിസ്റ്റോൾട്ടിക്കയുടെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസിലെ അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. സോ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഈസ് ടി, parasite of the small intestine. Last question. Which of the following drugs is commonly used for the treatment of amoebiasis? Amoebiasis ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ വരുന്നത് മെട്രോണിഡസോൾ ആണ്. മെട്രോണിഡസോൾ is the best drug of choice for treatment of amoebiasis. Thank you. മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു ഈ പോർഷൻ. ഇനി അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു.